ഇപ്പം നമുക്കൊരു കരിമീനിന് വല വീശിനെ കണ്ടാലോ? കരിമീനിന് വല വീശാൻ റെഡിയായി നിൽക്കുന്ന ഒരാളാണിത്. പാലത്തിൻ്റെ അടിയിൽ വെള്ളം കെട്ടി നിർത്തി, വെള്ളം അതിൽ ചെറുതായി ഒഴുകുന്നുണ്ട്. കരിമീൻ കളിക്കുന്നത് കണ്ടിട്ടാണ് വീശുന്നത്. നോക്കി നിൽക്കുകയാണ്. ചെറിയ മീനുകളൊക്കെ അതിന് പാസ് ചെയ്യുന്നുണ്ട്. കുറേ സമയമായി വെയിറ്റ് ചെയ്യുന്നു. കണ്ടതിന് ശേഷം മാത്രമേ വീശാറുള്ളൂ. ഒരുപാട് ചെറിയ മീനുകളൊക്കെ അതിന് പോകുന്നുണ്ട്. വലിയ പാലാത്താനൊക്കെ അപ്പുറത്ത് കളിക്കുന്നുണ്ട്. പക്ഷെ കരിമീനിന് വേണ്ടിയിട്ടാണ് നൃത്തം. വല വീശാൻ തുടങ്ങുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ നല്ല രീതിയിൽ വല വീശിയിട്ടുണ്ട്. ഈ വല എന്ന് പറയുന്നത് വലിയ കണ്ണി വലയാണ്. ഒരു 35-40 ഉള്ള കണ്ണി വലയാണ്. ചെറിയ മീനൊന്നും അതിൽ കുടുങ്ങില്ല. വലിയ മീൻ മാത്രം കുടുങ്ങുന്ന വലയാണ്. അവിടെ അത്യാവശ്യം ഒഴുക്കുണ്ട്. ഉള്ളതുകൊണ്ട് തന്നെ ആ ഭിത്തിമക്ക് വല വന്ന് കയറാനുള്ള സാധ്യത ഉണ്ട്. വല കയറിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ്. അവരെ വല ഇനി അതുമേ ചവിട്ടി പിടിച്ച് ബാക്കിയുള്ള ഭാഗം വലിച്ചടുപ്പിക്കുകയാണ് ചെയ്യുക. വല പതുക്കെ അടുപ്പിച്ചു കൊണ്ടിരുന്നുണ്ട്. ഏകദേശം അടുത്തടുത്ത് വന്ന് ഒരുക്കൂടിയിട്ടുണ്ട്. വല റെഡിയായി. ഇനി പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വല പൊക്കിയെടുക്കുന്നു. അതായത് മീൻ പടയുന്ന കണ്ടില്ലേ. പക്ഷെ കരിമീനാണ് ഉദ്ദേശിച്ചെങ്കിലും കരിമീൻ കിട്ടിയിട്ടില്ല. പാലാത്താനാണുള്ളത്. ബക്കറ്റിൽ വെച്ച് മുകളിലത്തെ ഭിത്തിയിൽ കയറിയിട്ട് വേണം അതിന് ഒഴിവാക്കാൻ. മീൻ ഒഴിവാക്കുകയാണ്. കരിമീനിന് വീശാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. പാലാത്താനാണ്. വെള്ളത്തിലേക്ക് വീണു. റസാക്കിന്റെ ഉമ്മ പിന്നെ പോവാണ്. റസാക്കാണ്ട് പോകാനായിട്ട് പോയില്ലാന്നു. ഒരു മീൻ പോയത് കാരണം അടുത്ത മീൻ വെള്ളത്തിലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്.